ഇന്നലെ പെയ്ത മഴയിൽ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ട്രെയിൻ യാത്രക്കാരടക്കം ബുദ്ധിമുട്ടിലായി. എറണാകുളം ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് ഉള്ളത്. കോഴിക്കോടും മഴ വളരെ ശക്തമായി തന്നെ തുടരുന്നു. അപ്പോൾ രണ്ടിടത്തു നിന്നുള്ള വിവരങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്ന് ആര്യ വിനോദും ഒപ്പം തന്നെ കോഴിക്കോട് നിന്ന് സലാം മുഹമ്മദും ചേരുന്നുണ്ട്. അപ്പോൾ ആര്യയോട് തന്നെ ചോദിക്കാം, എന്താണ് ആദ്യം കൊച്ചിയിലെ മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ആര്യ, നമുക്കറിയാം നേരത്തേക്കൊരു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ പലയിടത്തും വെള്ളക്കെട്ടൊക്കെ രൂപപ്പെടുന്നു. അങ്ങനെ വലിയ വിമർശനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അത് വികസനത്തിലെ പാളിച്ചയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ മഴ പെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണോ കൊച്ചിയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടാകുന്നു? എവിടെയെങ്കിലുമൊക്കെ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നുണ്ടോ? നിലവിൽ എന്താണ് സ്ഥിതി കൊച്ചിയിലെ? തീർച്ചയായിട്ടും ജിൽസി, ഇന്നലെ രാത്രി നല്ല അതിശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വെള്ളക്കെട്ട് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെയും യാത്രക്കാർ ബുദ്ധിമുട്ടിലാവുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുൻവശമാണ്. യാത്രക്കാർ ഓരോരുത്തരും അവിടെ വണ്ടിയെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി തയ്യാറാവാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് യാത്രക്കാർ നടന്ന് ഈ വെള്ളക്കെട്ടിലൂടെ വരേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എല്ലാവരും വളരെയേറെ ബുദ്ധിമുട്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ നിന്ന് തൊട്ട് തന്നെ ഈ ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ കൊണ്ടുവിടാനായി വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം എല്ലാം തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന മനസ്സിലാകാത്തൊരു സാഹചര്യത്തിൽ കുറേ പേർ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ട്രെയിനിൻ്റെ സമയത്തിനനുസരിച്ചാണ് ഓരോ യാത്രക്കാരും ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്തുണ്ടാകുന്ന ഈ ഒരു വെള്ളക്കെട്ട് അവരെ അത്രത്തോളം ബുദ്ധിമുട്ടിലാഴ്ത്തിയിട്ടുണ്ട്. ഓരോരുത്തരും നടന്ന് മുട്ടോളം വെള്ളക്കെട്ടുള്ള ഒരു സാഹചര്യം, വണ്ടികളൊക്കെ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണിപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുൻവശം നിൽക്കുന്നത്. എല്ലാവരും ഇതിനോട് പ്രതികരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു വികസനത്തിന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവർ പറഞ്ഞുകൊണ്ടാണ്. അവരുടെ പ്രതികരണങ്ങൾ കൂടി നമ്മൾ തേടുന്നത് നന്നായിരിക്കും തോന്നുന്നു. തീർച്ചയായിട്ടും പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോഴും ഈ ഒരു വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തും ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു മഴ ശക്തമായ സാഹചര്യത്തിൽ നിരവധി സ്ഥലങ്ങളിലാണ് ഈ ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു കാന നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു ശക്തമായ മഴ പെയ്തിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇന്നും മഴ ശക്തമാകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ മലയോര മേഖലകളിൽ ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നും ഇവിടെ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോഴും യാത്രക്കാരുടെ ഈ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് എറണാകുളം നഗരത്തിൽ നിന്നാണ് ആര്യ റിപ്പോർട്ട് ചെയ്യുന്നത്. സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് നിന്നാണ് ആര്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ, നല്ല വെള്ളക്കെട്ടാണ്, റോഡ് മുഴുവൻ വെള്ളത്തിലാണ്. അപ്പോൾ ആളുകൾ തന്നെ നോക്കി എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നടന്നു പോകുന്നത്. പിന്നെ ആര്യോട് ആളുകളുടെ പ്രതികരണം തേടാൻ പറഞ്ഞപ്പോൾ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒരുപക്ഷെ ആര്യ ഇപ്പുറത്തെ സൈഡിലായിരിക്കും, ഈ വെള്ളം മുഴുവൻ താണ്ടി വേണം അങ്ങോട്ട് പോകാൻ. കാരണം ഈ വെള്ളം വളരെ അപകടകരമായ ഒന്നാണ്. കാരണം ഇത് പകർച്ചവ്യാധി, പ്രത്യേകിച്ച് ടൗണിൽ പകർച്ചവ്യാധികൾ പകരാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളതാണ് ഈ വെള്ളക്കെട്ട്. കാരണം ഈ അഴുക്കുചാലൊക്കെ നിറഞ്ഞൊഴുകിയാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരുപാട് രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള, പ്രത്യേകിച്ച് ഈ എലിപ്പനിയൊക്കെ രണ്ടാമതും വലിയ ശക്തമായ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കാലിൽ മുറിവുണ്ടെങ്കിലാണ് അത് വലിയ പ്രശ്നം. അത് എലിപ്പനിയായി പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ, അവരോട് നടക്കുന്ന ആളുകളൊക്കെ ഈ അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പെട്ടെന്ന് തന്നെ സോപ്പിട്ട് കഴുകണമെന്നൊക്കെയാണ്. മാത്രമല്ല, ഇങ്ങനെ ദിവസവും ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ ഡോക്സിസൈക്ലിൻ എടുക്കണം എന്നൊക്കെ ഡോക്ടർമാർ പറയാറുണ്ട്. കാരണം അത്ര രീതിയിൽ വലിയ വ്യാപകമായിട്ട് തന്നെ ഇങ്ങനെ അസുഖങ്ങൾ വരുന്നുണ്ട് ഈ മഴക്കാലം, അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയം. സർക്കാരിന്റെ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒക്കെ ഒരു പിടിപ്പുകേട് ഇതിൽ വളരെ പ്രകടമാണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പം ഈ ഓടകൾ കൃത്യമായി വൃത്തിയാക്കിയാൽ തന്നെ ഈ വെള്ളക്കെട്ട് രൂപപ്പെടില്ല. ഇപ്പോൾ ആ സൗത്ത് സ്റ്റേഷന്റെ അടുത്തുള്ള 2 ഓടകളൊന്ന് തുറന്നു നോക്കിയാൽ കാണാം, അവിടെ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുകയായിരിക്കും. അതാണ് വെള്ളം ഒഴുകിപ്പോകാത്തതിന് പ്രധാനപ്പെട്ട കാരണം. ഈ ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള കാരണം. നമുക്കറിയാം, എറണാകുളം പോലുള്ള ഒരു നഗരം എന്ന് പറയുന്നത് ഒരു പണ്ട് ചതുപ്പായിരുന്ന സ്ഥലമാണ്. അവിടെയാണ് നഗരം രൂപപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായും വെള്ളം ഒഴുകിപ്പോകാനുള്ള പ്രയാസം ഉണ്ടാകും. അപ്പം ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമല്ലെങ്കിൽ ഇതുപോലെയുള്ള വെള്ളക്കെട്ട് പെട്ടെന്ന് തന്നെ ഒറ്റ മഴയ്ക്കാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് എന്ന് ഓർക്കുക.